ഹിപ്നോട്ടിസം അഥവാ യോഗവിദ്യ ശതാബ്ദങ്ങൾക്ക് മുമ്പേ നമ്മുടെ പൂർവികർ സ്വായത്തമാക്കിയതാണ്. ക്ഷമയും പ്രയത്നവും കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. നേത്രങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. ഒരാളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കുമ്പോൾ അവരുടെ മനസ്സ് നമ്മൾ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയിരിക്കും. പൂർണ്ണനായ ഒരു ഹിപ്നോട്ടിസ്റ്റിന് നേർക്ക് നേരെ കണ്ടതിന് ശേഷം ഏതൊരു വ്യക്തിയായാലും അയാൾ എത്ര തന്നെ അകലത്തിരുന്നാലും അയാളുടെ മനസ്സിനെ സ്വാധീനിക്കാനും എന്തു വേണമെങ്കിലും ചെയ്യിക്കാനും കഴിയും. ടെലിപ്പതി, മെസ്മരിസം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഇതിലുണ്ട്. ഓപ്പറേഷന് വേണ്ടി രോഗിയെ മയക്കാനും മറ്റ് അസുഖങ്ങൾ മാറ്റാനും ഇന്നത്തെ വിദേശ ഡോക്ടർമാർ ഹിപ്നോട്ടിസത്തെ പരമാവധി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ദൈവവിദ്യയെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില കാപാലികരും ഈ നാട്ടിൽ ഇല്ലാതില്ല. ആ നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ അനന്തന് പടം പിടുത്തൊന്നുമില്ലേ? ഉണ്ട് സാർ. ഇത് SI ബാബു. ഹലോ. ഹലോ സാർ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഓ, അതിനെന്താ, വരൂ പ്ലീസ്. റിലാക്സ് റിലാക്സ്. സംഗതികൾ ആകെ വഷളായിരിക്കുകയാണല്ലോ. അയാൾ നല്ല വിൽ പവർ ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, ഇവിടുന്ന് എന്ത് ദൂരമുണ്ട്? 50 കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും. ഞാൻ വളരെയേറെ സംശയിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇനിയും അവിടെ കൊലപാതകങ്ങൾ നടന്നിരിക്കും. പക്ഷേ മനസ്സിലാവുന്നുണ്ട്. ബട്ട് എനിക്ക് 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കോളാം. കുറേയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ഒളിഞ്ഞിരിക്കാനാണ് സാധ്യത. പിന്നെ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അയാളെ പിടിക്കാം. താങ്ക് യു സർ. ആ, നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാ? അയാൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ തിരിച്ചു പോകും? ഇല്ല, രാത്രി പുറത്തിറങ്ങണ്ട പ്ലീസ്. രാത്രിയാണല്ലോ ഇവിടെ പലതും സംഭവിക്കുന്നത്. വരൂ, തർക്കിക്കണ്ട. കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ അപകടങ്ങളൊന്നും വലിച്ചു വെക്കണ്ട. പോലീസ് കയ്യിൽ കിട്ടിയ കൊലയാളിയെ കാശ് വാങ്ങി പുറത്തുവിട്ട അയാളെയാണ് ആദ്യം വെടിവെക്കേണ്ടത്. വരൂ, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. വരുന്നേ. അങ്ങനെയാണ് കാര്യങ്ങളുടെ സ്ഥിതി. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാവരും നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ? ഇനിയിപ്പോ പ്രൊഫസർ ഉറക്കം ഒഴിയണമെന്നില്ല. നോനോ, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. പലർക്കും പല വഴി പിരിയാം. ആദ്യം കണ്ടെത്തുന്നവർ അടുത്തയാളെ എങ്ങനെയും വിവരം അറിയിച്ചാൽ മതി. ഗസ്റ്റ് ഹൗസിന് ചുറ്റിപ്പറ്റി മതി നിരീക്ഷണം. റൂമിലെത്തിയാൽ വിവരം അറിയിക്കാൻ വാച്ചറോട് പറഞ്ഞിട്ടുണ്ട്. വാവ്. എടി കാട്ടുസുന്ദരി, ഈ ഡിക്രൂസ് എറിഞ്ഞ വലയിൽ നിന്നും ഒറ്റമീനും ഇതുവരെ പുറത്തു പോയിട്ടില്ല. പച്ചമാംസം ഡിക്രൂസിന് അമൃതിനേക്കാൾ പ്രിയമാണ്.
5 മണി അടിക്കാൻ കണ്ട ഒരു സമയം കാലമാണ്. ഇവനെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 10 മണിയാകുമ്പോ അടിച്ചാ പോരായിരുന്നോ? ആരാടാ? ഓ അകത്ത് കിടക്ക്. പ്രൊഫസർ നടന്ന് ക്ഷീണിച്ചു അല്ലേ? വെറുതെ മഞ്ഞു കൊള്ളണ്ട, പോയി കിടന്നോളൂ. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. യെസ് യെസ്, ഞാനും ചിന്തിച്ചത് അത് തന്നെ. നേരം വെളുക്കാറായി, കുറച്ചു നേരം ഉറങ്ങണം. പകലാകാം അന്വേഷണം. നാളെ അവൻ എന്റെ വലയിൽ വീഴും, തീർച്ച. ഗുഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതുപോലെ ബെഡ് കാപ്പിയുടെ സമയമായി. അതെ, അതെ. ഗുഡ് മോർണിംഗ് അല്ലേ? വരട്ടെ. ഓക്കേ, ഓക്കേ, ടാറ്റ, ടാറ്റ. ആ, തമ്പ്ര എങ്ങോട്ടാ? ഈ രാത്രിയിൽ എനിക്ക് ഒരാളെ കൂടി കാണേണ്ടതുണ്ട്. പോലീസ് അമ്മമാരെ എനിക്കാരെയും പേടിയില്ല. സ്റ്റോപ്പ് ആനന്ദ്. എന്താ? എന്റെ താക്കോല് കാണുന്നില്ല. ഗസ്റ്റ് ഹൗസിലോ കാട്ടിലോ വീണുപോയതായിരിക്കും. ഇന്നിപ്പോ എന്റെ റൂമിൽ തങ്ങാം, നാളെ രാവിലെ നോക്കിയെടുക്കാം. നോ, നമുക്ക് പോയി നോക്കാം. ഒരുപക്ഷെ നമ്മൾ തിരിച്ചു പോകാനായിരിക്കും അത് സംഭവിച്ചത്. എന്റെ മനസ്സിൽ എന്തോ തോന്നുന്നു. എന്താണ് ബാബു? ഡിക്രൂസ് തിരിച്ചെത്തി ജീപ്പെടുത്ത് പോയാൽ ആരാ അവിടെ എതിർക്കാനുള്ളത്?